എനിക്ക് 4 fur babies ഉണ്ട്, 2 cats and 2 dogs. അതിൽ 2 cats ഞങ്ങളുടെ കൂടെ താമസിക്കുന്നു. എൻ്റെ 2 dogs എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ താമസിക്കുന്നു. ശാന്തിയെ ആദ്യമേ കൈ കിട്ടിയ അതേ ഫീലിംഗ് ആണ് ഈ പുസ്തകം എൻ്റെ കയ്യിൽ അച്ചടിച്ച് വന്നപ്പോൾ എനിക്കുണ്ടായത്. എൻ്റെ ഭയങ്കര വിഷമമായിരുന്നു, അതായത് സൈനിക് സ്കൂൾ ഡസ് നോട്ട് എൻറോൾ ഗേൾസ് എന്നുള്ളത്. ഡയറക്ടർ ആവുമെന്ന് എനിക്കറിയില്ല, ബിക്കോസ് ഐ ഫൈൻഡ് ഇറ്റ് to be a very very difficult job. അച്ഛൻ ആദ്യം ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ എനിക്കിങ്ങനെ ഒരു പോയമായിട്ട് അയച്ചു തരുന്നതും അത് കഴിഞ്ഞിട്ട് അത് ഇവോൾവ് ആയി വരുന്നതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ഒരു വീട് വേണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ മെയിൻ റീസൺ ഇസ് എനിക്ക് പട്ടികളുടെ കൂടെ താമസിക്കണം എന്ന്. നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് 2 വിശിഷ്ട അതിഥികളാണ്. ഇവരെക്കുറിച്ച് പറയുവാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ 2 വിശിഷ്ട അതിഥികളാണെന്ന്. കാരണം ഇവരൊരു ഫാദർ ഡോട്ടർ ഡുവോ ആണ്. സോ നമുക്കിവരെ സ്വാഗതം ചെയ്യാം. സോ വെൽക്കം ടു ദി ഷോ. യെസ്. സോ ശാന്തിയെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല, മലയാളികൾക്ക് എല്ലാവർക്കും പരിചയമുള്ളൊരു മുഖമാണ്. തരംഗം തൊട്ട് ഇപ്പോൾ പുതിയ ഇറങ്ങാതിരിക്കുന്ന ജിന്ന് വരെ. പക്ഷേ എൻ്റെ ആദ്യത്തെ ചോദ്യം അച്ഛൻ ബാലചന്ദ്രനോടാണ്. വെൽക്കം ടു ദി ഷോ സർ. സോ സാറിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും എനിക്ക് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സാറ് ചെയ്തിരിക്കുന്ന ഒരു മൊഴിമാറ്റം, ഒരു പുസ്തകത്തിൻ്റെ മൊഴിമാറ്റം, അത് ഫേമസ് ഒരു പേഴ്സണാലിറ്റിയുടെ, അതും രവീന്ദ്രനാഥ ടാഗോർ എൻ്റെ ഒരു പുസ്തകം മൊഴിമാറ്റം ചെയ്യുന്നത്, അതെങ്ങനെയായിരുന്നു സർ? എങ്ങനെയായിരുന്നു അതൊരു ഇൻസ്പിറേഷൻ, ലൈക്ക് അതെങ്ങനെയായിരുന്നു തുടങ്ങാൻ വേണ്ടി ഉള്ളൊരു സ്റ്റാർട്ട്? ഇത് വളരെ യാദൃശ്യമായിട്ട് സംഭവിച്ചതാണ്. ഞങ്ങളുടെ ഈ കോവിഡ് പീരീഡിൽ നമ്മൾ ഒരുതരം കരുതൽ തടങ്കലിലായിരുന്നു. അങ്ങനെ തന്നെ വേണം പറയാൻ. വളരെ ആക്റ്റീവായിരുന്ന ഒരു ജീവിതത്തിൽ നിന്ന് പെട്ടെന്ന് ഒന്നും ചെയ്യാനില്ലാത്തൊരവസ്ഥയിലേക്ക് മാറിയപ്പോൾ നമുക്ക് ഞങ്ങൾ കുറച്ച് കൂട്ടുകാർ, സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചിട്ടുള്ള കൂട്ടുകാരുടെ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ എല്ലാ ദിവസവും വൈകുന്നേരം സൂമിൽ മീറ്റ് ചെയ്യും. ഇപ്പോഴും ആ ഒരു കൂട്ടായ്മ ഇപ്പോഴും ഇന്നുണ്ട്. അതൊരു ബ്ലെസ്സിംഗ് ആണ് കേട്ടോ. 9 വയസ്സ് മുതൽ തുടങ്ങിയതാണ്. ഞങ്ങൾ പഠിച്ചത് സൈനിക് സ്കൂളിലാണ്, കഴക്കൂട്ടം. 9 വയസ്സ് മുതൽ ഒരുമിച്ച് വളർന്നു വന്നവരായതുകൊണ്ട് എല്ലാവർക്കും എല്ലാവരെയും അറിയാം, വളരെ അടുത്തറിയാം. ബോർഡിംഗ് സ്കൂളും ആയിരുന്നുകൊണ്ട് ആ ഒരു ബോണ്ട്. അതെ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഗ്രൂപ്പ് നമുക്ക് തരുന്ന എനർജി വേറൊരു എനർജിയാണ്. അപ്പോൾ ഈ ഗ്രൂപ്പിൽ വൈകുന്നേരങ്ങളിൽ ഞങ്ങളുടെ സായാഹ്ന ഡിസ്കഷനുകളിൽ പലതും വരുമായിരുന്നു. വിഷയങ്ങൾക്ക് യാതൊരു ദാരിദ്ര്യമില്ലല്ലോ. അപ്പോൾ ആ കൂട്ടത്തിൽ ക്രിയേറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും വന്നു. പലരും ഈ ചർച്ചകൾക്ക് ശേഷം എന്തെങ്കിലുമൊക്കെ എഴുതി അടുത്ത ദിവസം രാവിലെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും. അതിൽ കഥയുണ്ടാവും, കവിതയുണ്ടാവും, പലതും അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ അതിൽ നിന്നൊരു ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ട് ഞാനും തുടങ്ങിയതാണ് ഇതൊന്ന് പരിശ്രമിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതങ്ങനെ സംഭവിച്ചു. അത് കഴിഞ്ഞ് അങ്ങനെ അതിലേക്കൊരു താല്പര്യം വന്നു കഴിഞ്ഞപ്പോൾ അത് പതുക്കെ ഡെവലപ്പ് ചെയ്ത് ഞാൻ തന്നെ അറിയാതെ ഈ 103 പോയും ഒരു റൗണ്ട് എഴുതി തീർന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത. ഞങ്ങൾ പിന്നെ എല്ലാ ദിവസവും ഷെയർ ചെയ്തിരുന്നതുകൊണ്ട് കൂട്ടുകാർക്ക് പലർക്കും ഇഷ്ടമായി, നല്ലതാണെന്ന് പറഞ്ഞു. അപ്പം എന്നാൽ പലരും പറഞ്ഞു എന്നാൽ ഒരു പുസ്തകമാക്കിക്കൂടെ എന്ന് പറഞ്ഞു. അതൊക്കെ ഒന്നും പ്ലാൻ ചെയ്ത് സംഭവിച്ചതല്ല, വളരെ യാദൃച്ഛികമായിട്ട് ആകസ്മികമായിട്ട് ഓർഗാനിക്കായിട്ട് സംഭവിച്ച ഒരു കാര്യമാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു ഇവരുടെയൊക്കെ സപ്പോർട്ട്? മകളുടെയും വൈഫിൻ്റെയും മോൻ്റെയും ഒക്കെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു? വൈഫിൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് അതൊരു ഓൾമോസ്റ്റ് യൂസ് റിയൽ ടൈം ഓൺലൈൻ എഡിറ്റിംഗ് ആയിരുന്നു. കാരണം നമുക്ക് ഈ ആദ്യമേ ആശയം മനസ്സിലാക്കി അതിനെ പറ്റി ഉചിതമായ വാക്കുകൾ വരുമ്പോൾ തന്നെ ഒരേ സമയത്ത് നമുക്ക് ഉപയോഗിക്കാവുന്ന 4-5 വാക്കുകളുണ്ടാവും. അപ്പോൾ ഇതിൽ ഏറ്റവും ഉചിതമായിട്ട് അത് ഏത് വേണം എന്നൊരു സംശയം വരുന്ന സമയത്ത് എൻ്റെ കൺസൾട്ടൻ്റ് ആയിരുന്നു വൈഫ്. ബിക്കോസ് വളരെയധികം വായിക്കുന്ന ഒരു സ്വഭാവമുള്ള, രണ്ടുപേരും ലിറ്ററേച്ചറിൽ താല്പര്യമുള്ള വ്യക്തികളാണ് അല്ലേ? ഞങ്ങൾ രണ്ടുപേരും ബാങ്കേഴ്സാണ്. ബാങ്കേഴ്സിൽ നിന്ന് എങ്ങനെയാണ് ഒരു ലിറ്ററേച്ചർ പ്രേമികളായി മാറാൻ വേണ്ടി? അത് കൂടുതലും എനിക്ക് തോന്നുന്നത് എൻ്റെ സ്കൂളിൽ ഞങ്ങളുടെ ടീച്ചർമാർ വളരെ പ്രഗത്ഭമതികളായിരുന്നു. അപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളമാണെങ്കിലും പഠിപ്പിച്ചിരുന്നതെല്ലാം തന്നെ ഞാൻ പറഞ്ഞില്ല സൈനിക് സ്കൂളിലായിരുന്നു. ട്രിപ്പിൾ പോസ്റ്റ് ഗ്രാജുവേഷനും ഡോക്ടറേറ്റുള്ള സാറന്മാരാണ് സ്കൂളിൽ ഞങ്ങളെ പഠിപ്പിച്ചിരുന്നത്. അപ്പോൾ അവരുടെ ക്ലാസ്സുകളും മറ്റൊരു ലെവലിലായിരുന്നു. അതായത് നമ്മൾ കാണുന്നതായിരുന്നില്ല. സ്കൂളിൽ കിട്ടിയത് മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിനുശേഷം ഞാൻ പഠിച്ചത് കോമേഴ്സാണ്, എൻ്റെ വൈഫ് പഠിച്ചത് മാത്തമാറ്റിക്സ് ആണ്. പിന്നെ ഇതിങ്ങനെ വന്നു എന്നുള്ള ഒരു മാത്തമാറ്റീഷ്യൻ ആകുമ്പോൾ കുറേ സ്ട്രിക്ട്നെസ് ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ, അങ്ങനെയാണോ? ഒരു മെത്തേഡുണ്ട്, നല്ല സ്ട്രക്ചറായിട്ടൊരു മെത്തേഡുണ്ട് മാത്തമാറ്റിക്സ് ആകുമ്പോൾ. അതേസമയം ഞാനങ്ങനെ ഒരു മെത്തേഡിക്കലായിട്ടുള്ള ഒരാളൊന്നുമല്ല. ഡിസിപ്ലിൻ വാസ് വാട്ട് സ്കൂളിൽ നിന്ന് കിട്ടിയതാണ്. ഒരു കാര്യം തുടങ്ങിയാൽ അത് തീർക്കണം എന്നുള്ള ഒരു
പക്ഷെ ഇതിന് മുമ്പ് ട്രൈ ചെയ്തിട്ടുണ്ടോ സാർ ഇങ്ങനെ ഇതുപോലെ എന്തെങ്കിലും? ഇല്ല, സ്കൂളിൽ എസ് എഴുതിയതിന് ശേഷം പിന്നീട് വല്ലപ്പോഴൊക്കെ എന്തെങ്കിലും നമ്മളെ ഉള്ളിൽ തട്ടുന്ന എന്തെങ്കിലും വിഷയം ഉണ്ടാകുമ്പം അതിനെക്കുറിച്ച് എഴുതാറുണ്ട്. അതും കൂടുതലും ഇംഗ്ലീഷിലാണ് എഴുതാറുള്ളത്, അതല്ലാതെ വേറെ ഒന്നും എഴുതിയിട്ടില്ല. അപ്പോൾ റൈറ്റിംഗ് മലയാളം ഒരു ട്രാൻസ്ലേഷൻ അത് എങ്ങനെയായിരുന്നു? ആ ഒരു ബുദ്ധിമുട്ടുകൾ എങ്ങനെയായിരുന്നു? അത് ശരിയാണ്. കാര്യം തുടക്കത്തിൽ ഈ ആവേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു ചൈൽഡ് ലൈക്ക് ഇന്നസെൻസ് ഉണ്ട്. നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു ഒരു ധാരണ പോലും ഇല്ലാതെയാണ് ഇതിലേക്ക് ഇറങ്ങി പുറപ്പെട്ടത്. എടുത്തത് ഇന്ന് വരെ ഇന്ത്യയിൽ നിന്ന് നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ള ഒരേ ഒരു പുസ്തകമായി. അപ്പോൾ അങ്ങനെ സംഭവിച്ചു. അത് എഴുതി ഞാൻ പറഞ്ഞില്ലേ, ഒരു കുട്ടിയുടെ കൗതുകം, ചിത്രം വരയ്ക്കാനിരിക്കുമ്പോൾ കളർ കിട്ടുന്ന കുട്ടി എന്താ ചെയ്യുക, ആ രീതിയിൽ തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ ഇനീഷ്യൽ അറ്റംപ്റ്റ്സ് വളരെ നല്ലതാണെന്ന് പറയാൻ പറ്റില്ല, ക്ലംസി ആയിരുന്നു ടു എ സർട്ടൻ എക്സ്റ്റെൻറ്റ്. പക്ഷേ ഇത് എഴുതി കഴിഞ്ഞപ്പോൾ ഈ എഴുതുന്നതിനിടയ്ക്ക് നമ്മളൊരു പ്രോസസ്സ് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളൊരു പ്രോസസ്സ് ഡെവലപ്പ് ചെയ്യും. അതായത് വായിക്കുക, അർത്ഥം മനസ്സിലാക്കുക, അത് കഴിഞ്ഞ് അതിന് ഉചിതമായ വാക്കുകൾ കണ്ടെത്തുക, ആ വാക്കുകൾ മിക്സ് ആൻഡ് മാച്ച് ചെയ്യുക, അത് കഴിഞ്ഞാൽ അത് ഓവറോൾ തന്നെ ഒരു പ്ലേസ്മെൻറ്റ് വരും. ഒരു ലോങ് ഇറ്റ്സ് എ പ്രോസസ്സ്. അപ്പോൾ അതിനൊരു മെത്തേഡുണ്ട്. അത് നമ്മളറിയാതെ നമ്മൾ ഡിസ്കവർ ചെയ്യുന്നതാണ്. സെൻസ് ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു സെൻസ് ഓഫ് ഡിസ്കവറി ഉണ്ട്. നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു കാര്യമാണ്, പക്ഷേ അതങ്ങനെയാണ് സംഭവിക്കുന്നത്. എപ്പോഴെങ്കിലും പേടി തോന്നിയിട്ടുണ്ട്? കാരണം ഒരു രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഒരു ബുക്ക് ആവുമ്പോൾ, കാരണം ഒരു ഫേമസ് പേഴ്സണാലിറ്റിയുടെ ബുക്ക്, അതും ഇന്ത്യ തന്നെ കണ്ടൊരു മഹാന്മാരിൽ ഒരാളാണ്. അപ്പോ അതിന്റെ ഒരു പേടി? ഇല്ല, പേടി ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ല, കുഞ്ഞിന് മുമ്പിൽ മൂവ് ചെയ്യുന്ന എന്തിനേയും കുഞ്ഞ് എടുക്കാൻ നോക്കും. അത് പാമ്പാണെങ്കിലും പൂച്ചയാണെങ്കിലും എടുക്കാനും ശ്രമിക്കും. അപ്പോൾ ആ ഒരു ഫീലിങ്ങോട് കൂടിയാണ് ഞാൻ ഇതിനെ അപ്രോച്ച് ചെയ്തത്. അപ്പൊ ഇപ്പൊ ഒരു പേടിയുണ്ടോ? പുസ്തകമായി കഴിഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ, കല്യാണം കഴിക്കുമ്പോൾ കൂട്ടുകാരെല്ലാവരും കല്യാണം കഴിക്കുന്നു, അതിന് വലിയ കാര്യമൊന്നുമില്ല. കുഞ്ഞുണ്ടാകാൻ പോകുമെന്ന് പറയുന്നു, അപ്പോഴും വിചാരിക്കും എല്ലാവർക്കും കല്യാണം കഴിഞ്ഞാൽ കുഞ്ഞുണ്ടാകുന്നതാണ്, പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷേ ഒരു ദിവസം കുഞ്ഞിനെ കയ്യിലേക്ക് തരുമ്പോഴാണ് നമ്മൾ ദൈവമേ ഞാൻ എന്താണ് ചെയ്തത് ശാന്തിയെ ആദ്യമേ കൈ കിട്ടി അതേ ഫീലിംഗ് ആണ് ഈ പുസ്തകം എൻ്റെ കയ്യിൽ അച്ചടിച്ച് വന്നപ്പോഴും എനിക്കുണ്ടായത്. അപ്പോഴാണ് ശരിക്കും ഞാൻ അതിൻ്റെ ആ ഒരു ഇത് റിയലൈസ് മാത്രം അടുപ്പമുണ്ട് അതേ ഒരു ഇമോഷനാണ്. എനിക്ക് ഈ ബുക്ക് കാണുമ്പോൾ ആദ്യം വന്നൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ ബുക്കൊക്കെ വായിക്കുമ്പോൾ, ഞാനും ഐ ഓൾസോ ലൈക്ക് ലിറ്ററേച്ചർ, എനിക്കിഷ്ടമാണ് പുസ്തകങ്ങൾ വായിക്കാനൊക്കെ. പക്ഷേ എന്നാൽ പോലും ചില പുസ്തകങ്ങൾ ഇപ്പോൾ എത്ര ഇൻട്രസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് വായിക്കാൻ വേണ്ടി വലിയൊരു ഇൻട്രസ്റ്റ് തോന്നത്തില്ല. കാരണം അതിൻ്റെ ഒരു രീതി, പ്രിൻ്റ് ചെയ്തേക്കുന്ന രീതി, അതൊരു വലിയൊരു ഫാക്ടർ തന്നെയാണ് ഞാൻ പറയുകയാണെങ്കിൽ. പക്ഷേ ഈ ബുക്ക് ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിലത്തെ ഇപ്പം ആർട്ട് വർക്ക് ആണെങ്കിൽ പോലും മാത്രമല്ല, ആ ഒരു സൈഡിലൊരു ഇംഗ്ലീഷിൻ്റെ ട്രാൻസ്ലേഷൻ അല്ല, ഇംഗ്ലീഷിൻ്റെ ഇതും, അതേപോലെ തന്നെ അതിൻ്റെ അപ്പുറത്ത് മലയാളത്തിൻ്റെ ട്രാൻസ്ലേഷനും വരുന്നൊരു ഇതാണ്. അപ്പോൾ അതെങ്ങനെയായിരുന്നു, ആ ഒരു സീക്വൻസ് എങ്ങനെയായിരുന്നു? കാരണം ഈ ബുക്കിനകത്ത് നമുക്ക് കാണാം, ലൈക്ക് എന്താ പറയുക, ഒരു സൈഡിൽ ഇംഗ്ലീഷും മറ്റൊരു സൈഡിൽ അതും റൈമിങ് ആയിട്ട് തന്നെ വരേണ്ട ഒരു ഇതാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ, എനിക്ക് റെസൊനേറ്റ് ചെയ്ത വാക്കുകൾ അതിൽ നിന്ന് ഇൻസ്പിറേഷൻ എടുത്തിട്ട് ഇമേജസിലേക്ക് പോകുമായിരുന്നു. അപ്പോൾ ഇമേജസ് ആണെങ്കിലും ഒരു ആബ്സ്ട്രാക്ഷനാണ്, ഇറ്റ്സ് നോട്ട് എ ലിറ്ററൽ ട്രാൻസ്ലേഷൻ ഓഫ് ദ പോയിട്രി. അപ്പോൾ എനിക്ക് തോന്നിയ ഫീൽ ചെയ്ത കളേഴ്സും അത് വെച്ച് ഐ വാസ് ജസ്റ്റ് പ്ലേയിങ് വിത്ത് ഇറ്റ്. പക്ഷേ അച്ഛൻ്റെ വർക്കിൽ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയതെന്ന് വെച്ചാൽ, ഹി സ്റ്റേഡ് ട്രൂ ടു ദി ഒറിജിനൽ. അപ്പോൾ ഒറിജിനൽ വേഴ്സസിലുള്ള ആ പോയറ്റിക് ചാം അതേപോലെ തന്നെ മലയാളത്തിലും കൊണ്ടുവരാൻ അച്ഛൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ടാഗോറിൻ്റെ വർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാന്ന് പറഞ്ഞ ഒരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മൾ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞത്. അപ്പോൾ ആ ലൈൻസ് ഭയങ്കര സിമ്പിളാണ്, പക്ഷെ അതിനെല്ലാത്തിനും ഒരു ഡീപ്പർ മീനിങ് ഉണ്ട്. ഒത്തിരി ഫിലോസോഫിക്കൽ തോട്ടുള്ള ഒരു പോയട്രി കളക്ഷനാണ് ഗീതാഞ്ജലി. അപ്പോൾ അതേ ഭംഗിയും അതേ തോട്ടും മലയാളത്തിലും കൊണ്ടുവരാൻ അച്ഛൻ ശരിക്കും ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ മീറ്ററിങ്ങിലാണെങ്കിലും റൈംസിലാണെങ്കിലും മെറ്റഫേഴ്സിലാണെങ്കിലും അതേ ഒരു ബ്യൂട്ടി റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബുദ്ധിമുട്ടും കൂടെയാണ്. കാരണം ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, കുറേ ട്രാൻസ്ലേഷൻസ് മലയാളത്തിലോട്ട് വരുമ്പോൾ തന്നെ നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ, കുറേ മൂവീസിലൊക്കെ നമ്മൾ കാണുന്നത്. അപ്പം ഇപ്പോൾ ഒരു സീനാണെങ്കിൽ പോലും ആ ഒരു ഡെപ്തിൽ നമ്മൾ പറയുകയാണ്, ലൈക്ക് എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറയുന്ന ഒരു ഡെപ്ത് ആണെങ്കിൽ പോലും നമ്മൾ മലയാളത്തിലോട്ട് വരുമ്പോൾ അത് നേരെ മാറിപ്പോകും, നമുക്കൊരു ഫീല് പോലും കിട്ടാറില്ല. അപ്പം ആ ഒരു ഫീല് നിലനിർത്തിക്കൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത്
എത്രമാത്രം ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു? അത് ചോദിച്ചാൽ ഇതിങ്ങനെ ഒരു നാച്ചുറലായിട്ട് സംഭവിച്ചതായതുകൊണ്ട് എനിക്കതിനെക്കുറിച്ച് എന്താ പറയുക, സംടൈംസ് ഇത് ഒരു പ്രത്യേക സമയത്ത് നമ്മൾ ഇരിക്കുമ്പോൾ ചില സമയത്ത് രാത്രി 2 മണിക്കായിരിക്കും ചെയ്യുക. അപ്പോൾ ഈ ഒരു സം കൈൻഡ് ഓഫ് ഡിവൈൻ ഇൻസ്പിറേഷൻ ദാറ്റ് ഹാപ്പൻസ്. അപ്പം നമ്മൾ ഉപയോഗിക്കാത്ത വാക്കുകൾ പോലും പെട്ടെന്ന് വർഷങ്ങൾക്ക് മുമ്പ് വായിച്ച് മനസ്സിൽ മാത്രമുള്ള വാക്കുകൾ കൃത്യമായിട്ട് ഓർമ്മ വരിക ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ മനസ്സിലേക്ക് വരും. അതുപോലെ എഴുതി കഴിഞ്ഞിട്ട് ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞിട്ട് ചില സമയത്ത് രാവിലെ ആ സമയത്തൊക്കെ ചിലപ്പോൾ ഞെട്ടി എഴുന്നേറ്റിട്ട് ഞാൻ എഴുതി വെച്ച് ഇഷ്ടമുള്ള വരികൾ, വളരെ ഇഷ്ടപ്പെട്ട് എഴുതി വെച്ച വരികൾ ഇത് ആശയപരമായിട്ട് ഇത് തെറ്റാണല്ലോ എന്നൊരു ധാരണ ഉണ്ടാവുന്ന ചിലപ്പോൾ രാത്രി ഉണർന്നിരുന്നു. ഇത് പ്രസ്സിലേക്ക് പോകുന്നതിൻ്റെ തലേന്ന് രാത്രി പോലും അങ്ങനെ അനുഭവം ഉണ്ടായി. വളരെ ഇഷ്ടപ്പെട്ട ഒരു പാരഗ്രാഫ്, അതിനകത്തൊരു ചെറിയ തെറ്റുണ്ടായിരുന്നു. അപ്പോൾ ഉറങ്ങുമ്പോൾ ഒരു 1.5 വർഷം നമ്മുടെ ക്രിയേറ്റീവ് ഇൻക്യുബേഷൻ, അതെ, നമ്മുടെ ജീവൻ്റെ ആത്മാവിൻ്റെ ഒരു അംശം അതിനകത്ത് വരികയാണ്. അപ്പോൾ കൂടെ കുടുംബ വൈഫാണെങ്കിൽ കൂടെ ആയിരുന്നത് കൊണ്ട് ഷീ വാസ് ത്രൂ ഔട്ട് ദ പ്രോസസ് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ഷീ റിയലൈസ്ഡ്. അപ്പോൾ അതുകൊണ്ട് അതിനകത്തൊരു അമ്മയാണെങ്കിലും അച്ഛൻ നേരത്തെ പറഞ്ഞല്ലോ ഭയങ്കര സിസ്റ്റമാറ്റിക് ആണ്. അപ്പോൾ ഇറ്റ് വാസ് നൈസ് ടു സീ ദം വർക്കിംഗ് ടുഗെദർ. അടുത്തടുത്തിരുന്ന് അമ്മ ഇങ്ങനെ ഇത് ചെയ്തിട്ടില്ല, ഇതൊക്കെ മിസ്സിംഗ് ആണ്, ഇതൊക്കെ ഇനി ചെയ്യാനുണ്ട്. ഷീ വുഡ് കീപ് ട്രാക്ക് ഓഫ് എന്താണ് ഇനി ചേഞ്ച് ചെയ്യണമെന്ന് നമ്മൾ അന്ന് പറഞ്ഞ കാര്യം എന്താണ്, അങ്ങനെ. അപ്പോൾ കോപ്പും ചെയ്യണമായിരുന്നു ഇങ്ങനെ. എന്നെക്കാളും ഒരുപാട് വായിക്കും, അപ്പോൾ അതുകൊണ്ട് വായനയുടെ ഒരു സ്ട്രെങ്ത് ഉണ്ടായിരുന്നു. അതെ, അമ്മ പിന്നെ വായിച്ചിട്ട് നല്ല ക്രിറ്റിക്കും കൂടെയാണ്. അപ്പോൾ എന്തിനാണ് ഈ കോംപ്ലിക്കേറ്റഡ് വാക്ക് ഇവിടെ ഉപയോഗിക്കുന്നത്, ഇതിൻ്റെ ആവശ്യമില്ല, സിമ്പിൾ വാക്ക് മതി, സോ ഷീ വുഡ് ഹാവ് ഹർ ഓൺ പെർസ്പെക്റ്റീവ് ഓൺ വാട്ട് ഹി വാസ് ക്രാഫ്റ്റിംഗ്. അപ്പോൾ ഇറ്റ് വാസ് നൈസ്. അവർ രണ്ടുപേരും കൂടെയുള്ള ആ ഈക്വേഷൻ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെങ്കിൽ അച്ഛൻ അമ്മ എന്നുള്ള ഈക്വേഷനിലപ്പുറം ക്രിയേറ്റീവ് കൊളാബറേറ്റേഴ്സ് ആയിട്ടുള്ള ഒരു ഈക്വേഷൻ കാണാൻ രസമായിരുന്നു. മകളായ ശാന്തി എങ്ങനെ, ഏത് രീതിയിലൊക്കെയാണ് അച്ഛനെ ഹെൽപ്പ് ചെയ്തത്? ശാന്തിക്ക് ഒരു ലേറ്റസ്റ്റ് സ്റ്റേജിലാണ് ശാന്തി വന്നത്. അതായത് ചിത്രം എഴുതി ഞാൻ പബ്ലിഷറെ പുസ്തകം എഴുതി കൊടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു നമുക്കിതിനകത്ത് കുറച്ച് രേഖാചിത്രങ്ങൾ ചേർക്കാം, അത് വെറുതെ ടെക്സ്റ്റ് മാത്രമാവണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് 2-3 സജസ്റ്റഡ് രേഖാചിത്രങ്ങൾ തന്നു. അപ്പോൾ ശാന്തി ആക്ച്വലി ത്രൂ ഔട്ട് ഹർ സ്കൂൾ ലൈഫ് നാഷണൽ സ്കോളർഷിപ്പ് വിന്നർ ഇൻ പെയിൻറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ഷീ വാസ് ട്രെയിൻഡ് ഇവിടെ കേരള കലാപീഠത്തിലും ചോളമണ്ഡലം ആർട്ടിസ്റ്റ് വില്ലേജിലും പെയിൻറ്റിങ് ഒരു സ്കൂൾ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് പഠിച്ചിട്ടുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ ഷീ വാസ് മോർ ഇൻ ടു ആബ്സ്ട്രാക്ഷൻ. അപ്പം ഈ രേഖാചിത്രങ്ങളായിരുന്നില്ല, കളേഴ്സ് വെച്ചിട്ട് കളിക്കുന്ന, ഞാൻ പറഞ്ഞില്ലേ കുട്ടി കളേഴ്സ് വെച്ച് കളിക്കുന്ന അതേ മുമ്പിലിരിക്കുന്ന ആളൊരു ചെറിയൊരു ആളല്ലേ, കുറെ ടാലന്റുമായിട്ടുള്ളൊരു വ്യക്തിയാണ്. അത് ജസ്റ്റ് ഐ മീൻ വി വെർ ഫോർച്ചുനേറ്റ്, അങ്ങനെ വേണം പറയാൻ. കാര്യം ഓരോ ട്രാൻസ്ഫർ വരുമ്പോഴും, ഞാനൊരു ബാങ്കിലായിരുന്നു പറഞ്ഞില്ലേ, 3 കൊല്ലം കൂടുമ്പോൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഈ പോയ സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇത് തുടരാനുള്ളൊരു അവസരം കിട്ടി. കലാപീഠത്തിൽ നിന്ന് നേരെ നാച്ചുറലായിട്ട് പോയത് ചോളമണ്ഡലത്തിലേക്കാണ്. അപ്പോൾ അവിടുത്തെ എൻവയൺമെൻറ്റ് എന്ന് പറയുന്നത് ഒരു സൗത്ത് ഇന്ത്യയിലുള്ള ഏറ്റവും മികച്ച ആർട്ടിസ്റ്റുകളെല്ലാവരും വന്ന് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. കലാപീഠം കൊച്ചിയിലാണെങ്കിലും അത് തന്നെയാണ്. കലാധരൻ ബേസിക്കലി ശാന്തിക്ക് വേണ്ടി ബേബി സിറ്റ് ചെയ്തിട്ടുണ്ട്. കുഞ്ഞ് ക്ലാസ് മുതൽ സ്കൂൾ കഴിഞ്ഞാൽ അവിടെയാണ് പോകുന്നത്. അപ്പം പഠിപ്പിച്ചതല്ല, പക്ഷേ ആ എൻവയൺമെൻറ്റ് അബ്സോർബ് ചെയ്യുന്നു. അവരുടെ നാച്ചുറൽ പ്രോസസ്സ് വാച്ച് ചെയ്തുകൊണ്ട് എല്ലാം ചെയ്ത്. ഓക്കെ, അപ്പം ഇതിൻ്റെ എഡിറ്റിങ്ങും എല്ലാം, എഡിറ്റിംഗ് അല്ല ക്രിയേറ്റീവ് വർക്ക്സ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ശാന്തിയോട് ഈ ഇല്ലസ്ട്രേഷൻസ് ചെയ്യാമെന്ന് ചോദിച്ചു. ഷൂട്ടിൻ്റെ ഇടയ്ക്കായിരുന്നു. അപ്പോഴും ഷീ അഗ്രീഡ്. അപ്പോൾ അങ്ങനെ കുറച്ച് സമയം എടുത്ത് കുറേ അവൾ തന്നെ ചൂസ് ചെയ്ത കുറേ പെയിൻറ്റിങ്സ് എടുത്തിട്ട് അതങ്ങനെ പെയിൻറ്റിംഗ് ആയിട്ട് വന്നു. അപ്പോൾ അങ്ങനെ ഇത് പറഞ്ഞിരുന്നു, ഞാൻ ഓർഗാനിക്കായിട്ട് ഡെവലപ്പ് ചെയ്തതാണ്. ഇതിങ്ങനെ ഉദ്ദേശിച്ചിരുന്നതല്ല, പെയിൻറ്റിങ് ചെയ്തൊരു ഉദ്ദേശിച്ചിരുന്നതല്ല, പെയിൻറ്റിങ് വന്നു. ഹൗ ഡിഡ് യു ഫീൽ? എങ്ങനെ ഉണ്ടായിരുന്നു അച്ഛൻ വിളിച്ച് എനിക്കൊരു ഒരു ഹെൽപ്പ് വേണം, ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യാനുള്ള? അപ്പോൾ വാട്ട് വാസ് യുവർ റിയാക്ഷൻ? അച്ഛൻ ഇതിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുതൽ ഞാൻ കാണണം, ലൈക്ക് വെൻ ഇറ്റ് വാസ് ജസ്റ്റ് എ പാഷൻ പ്രോജക്റ്റ് ഫോർ ഹിം. ഒരു ബുക്ക് ആക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ഞാൻ കാണുന്നത്. ഇൻഫാക്ട് കഴിഞ്ഞ വർഷം എൻ്റെ ബർത്ത്ഡേക്ക് അച്ഛൻ എനിക്ക് പ്രസൻറ്റ് ആയിട്ട് തന്നത് ഇറ്റ് വാസ് ദ കംപ്ലീറ്റ് ട്രാൻസ്ലേഷൻ ഓഫ് ഗീതാഞ്ജലി. ഹെഡ് ഫിനിഷ്ഡ് ഇറ്റ് ബൈ ദാറ്റ് പോയിന്റ് ആൻഡ് ഹി ജസ്റ്റ് സെൻഡ് ഇറ്റ് ടു മീ ആസ് എ PDF സെയിങ് ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബുക്ക് ആയിട്ട് പബ്ലിഷ് ചെയ്യാം എന്നുള്ളൊരു ഐഡിയയിലേക്ക് വരുന്നത്. ആൻഡ് അറ്റ് ദാറ്റ് പോയിന്റ് ഇൻ ടൈം ഞാൻ ഒത്തിരി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഷൂട്ടായിട്ട്. സോ അതും കൂടെ മാനേജ് ചെയ്തിട്ട് വേണമായിരുന്നു ഇതിൽ വർക്ക് ചെയ്യേണ്ടത്. ലൈക്ക് സം ഡെഡ് ലൈൻസ് ഓൾസോ.
അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഓക്കെ എന്നാൽ ഡിജിറ്റൽ ഫോമാറ്റിൽ ചെയ്ത് നോക്കാം എന്നുള്ള ഒരു ഐഡിയയിലേക്ക് വന്നത്, സോ ദാറ്റ് ഐ കുഡ് സെൻഡ് ഇറ്റ് ഈസിലി ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. അപ്പോൾ ഫോർ മീ ഓൾസോ ദർ വാസ് എ ഹ്യൂജ് ലേണിംഗ് കർവ്, കാരണം ഇതുവരെ ഞാൻ ഡിജിറ്റൽ മീഡിയ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ ടു ആക്ച്വലി ആൻഡ് ഐ കൺസിഡർ മൈസെൽഫ് എ ഹ്യൂജ് ടെക് ഫോബ്. അപ്പോൾ ഐപാഡ് എടുത്ത് to actually figure out how to do what I have in my mind, there was a huge learning curve with that also. But it was nice because ഞാൻ അച്ഛൻ ആദ്യം ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ എനിക്കിങ്ങനെ ഒരു പോയമായിട്ട് അയച്ചു തരുന്നതും അത് കഴിഞ്ഞിട്ട് അത് ഇവോൾവ് ആയി വരുന്നതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. ആൻഡ് വൺസ് ഇറ്റ് ബിക്കെയിം ഇൻ ടു ദ ബുക്ക് ഫോമാറ്റ് ഓൾസോ ഇറ്റ്സ് ഗോൺ ത്രൂ സോ മെനി ഐറ്ററേഷൻസ്, ഒത്തിരി വേർഷൻസിൻ്റെ ഇങ്ങനെ പെർഫെക്റ്റ് ചെയ്യാൻ അച്ഛൻ ഹി ഈസ് റിയലി, I think ഇപ്പോൾ ഈ സൈനിക് സ്കൂളിലെ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് I could see that because he would wake up in the morning at 5, by 5:30 he would be sitting ഡെസ്കിലിരുന്ന് വർക്ക് ചെയ്യാൻ. അതൊരു ഗ്രേറ്റ് കാര്യമാണ്, കാരണം ആ ഡിറ്റർമിനേഷൻ ഇതൊക്കെ കാരണം പലപ്പോഴും ചിലപ്പോൾ ഇതുപോലെ തുടങ്ങി വെച്ചത് തീർക്കാൻ പറ്റാതെ പോയിട്ടുണ്ട്. He was really like committed to the whole process, and even when it gets very like frustrating and നമ്മളെല്ലാം ചെയ്ത് വെച്ച് കറക്റ്റ് ആയിട്ടുണ്ടെന്ന് വിചാരിക്കുമ്പോഴായിരിക്കും you notice a formatting error or something, which means that everything has to be shifted around again. അപ്പോൾ അങ്ങനത്തെ കുറേ ഫ്രസ്ട്രേഷൻസ് ആൻഡ് അപ്സ് ആൻഡ് ഡൗൺസിലൂടെ പോയിട്ടും ഹി കൈൻഡ് ഓഫ് ട്രീറ്റഡ് ഇറ്റ് ആസ് ഹിസ് ഓൺ ചൈൽഡ്, അങ്ങനെ ഹി സ്റ്റേഡ് ത്രൂ വിത്ത് ഇറ്റ്. അപ്പം അതൊക്കെയാണ് ഈ ഒരു ക്രിയേറ്റീവ് സ്റ്റൈൽ. നമ്മുടെ ഒരു ആക്ട്രസ് മാത്രമല്ല ശാന്തി, നമുക്കറിയാം മീൻ അവിയൽ എന്ന് പറഞ്ഞ വെബ് സീരീസിൽ ഇല്ലേ? I like getting involved in different things. I like to learn. അപ്പോൾ മീൻ അവിയൽ I was an AD. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ആയിരുന്നു അത് ചെയ്തിരുന്നത്. ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. എനിക്ക് തോന്നുന്നു എനിക്ക് ജനറലി സിനിമയിലെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് വെച്ചാൽ ഭയങ്കര ഒരു കൊളാബറേറ്റീവ് മീഡിയമാണ്. ഒത്തിരി ആൾക്കാരുടെ പല പല ടാലൻസ് ഒത്തുചേർന്ന് വരുന്ന ഒരു ഫൈനൽ പ്രോഡക്റ്റ് വരാൻ പല ആൾക്കാരും അവരുടെ സ്കിൽസ് യൂസ് ചെയ്യേണ്ട ഒരു മീഡിയമാണ്. അപ്പോൾ പറഞ്ഞാൽ ഡയറക്ഷൻ ടീം ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യേണ്ട ഒരു ടീമാണ്. അപ്പോൾ സോ വെൻ യു ആർ എൻ ആക്ടർ you kind of get off easy a little bit. You don't have to slog as much because everyone's trying to, and നമ്മളുടെ ആ moment between action cut നന്നായിട്ട് പോകാൻ വേണ്ടി everybody is supporting you. But when you're an AD you really have to run around and do hard work. It's your idea. Yeah. I mean it's like you're supporting the director in executing his vision. അപ്പോൾ എൻ്റെ ഫ്രണ്ട് അഭിഷേക് ആയിരുന്നു അത് ഡയറക്റ്റ് ചെയ്തിരുന്നത്. And it was a bunch of friends who acted in it, who worked in different departments. So it was a very fun experience for me. Like I would love to keep doing that from time to time. How was it working with Archana Kavi? Like Archana I had known for a while at that point already. So it was definitely ellarum oru similar wavelength ulla oru set of alkarairunnu, and we worked under like like we had a very strict budget. So everybody was trying. So there was a pressure also. Yes, there was, but it was everybody on that team was wanting to be part of the solution, not to be part of the problem. Appo ellarkum aa oru mentality undayirunna karanam it was a true team effort. And we were really happy with the response we got for it as well. Because it was a very light-hearted, kind of relatable thing. Can we see you in future? Like ഒരു director ആയിട്ട് നമുക്ക് futureൽ director ആവുമെന്ന് എനിക്ക് അറിയില്ല, because I find it to be a very very difficult job. You have to have like a lot of clarity. പക്ഷെ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ എനിക്കൊന്ന് ട്രൈ ചെയ്താൽ കൊള്ളായിരുന്നു? Yeah, I mean, yes, because I write and stuff, sometimes you already have the scenes playing out in your mind, but I know that you need to have a grasp on so many different departments in order to be a good director. And because I think I've also been around some really talented people, I know what it takes, and I don't feel I'm ready for it yet. So maybe in the distant future someday when I feel like okay, I have the requisite skills, then maybe yes. But for now I just have a lot of respect for directors, but I'm just like I'll help you but I can't direct. How was it ഈ മൂവീസിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന ഡയറക്ടേഴ്സിന് ഇതും അപ്പോൾ അവരുടെ കൂടെ നിൽക്കുമ്പോൾ ഇപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ഭയങ്കര ഒരു എഫേർട്ട് ഉള്ളൊരു സംഭവമാണ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ, അവരെങ്ങനെയാണ് ശാന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്? കാരണം ഇപ്പോൾ ഇത്രയും ഒരു ടെൻഷനും ഒരു വലിയൊരു ഡിഫിക്കൽട്ട് ജോബാണ് അവരുടെ. അപ്പോൾ
വന്നൊരു പുതുമുഖം അല്ലെങ്കിൽ ഐ കാൻ സേ ദാറ്റ് ഓൾസോ, കാരണം ഒരു ഫേമസ് തിയേറ്റർ ആർട്ടിസ്റ്റും കൂടെ ആണ്. I wouldn't say that because I've done very little theatre. Since I've been around people who actually have done like hundreds of plays, I feel very like, I feel that it's not right to portray myself as a theatre artist because that's also like something that takes a lifetime of dedication. But I enjoy doing theatre when I can. That's the extent to which I've done it also. I've done only like 2 proper plays. Baki ellam it's been like, in school and college and stuff. But yeah, theatre work it's a totally different experience. I mean, of course there are things that are similar and common as well. Paksha, like it's, and I think for an actor, theatre gives you so much because you have so much time to be in that story and play that character. Whereas film acting is a more fragmented experience. നമ്മൾ ഒരു സീൻ ഒരു പ്രാവശ്യം സീനിന്റെ തുടക്കം ഒരു മാസം ഷൂട്ട് ചെയ്യുന്നു, അതിന്റെ അവസാനം വേറൊരു മാസം ഷൂട്ട് ചെയ്യുന്നു. സോ that also takes a different sort of skill. As for directors, as for your question, I feel like different directors teach you different things because everybody comes with their own unique vision. എല്ലാവർക്കും അവരുടേതായ വർക്കിംഗ് സ്റ്റൈൽ ഉണ്ടായിരിക്കും. ചില ഡയറക്ടേഴ്സ് ഭയങ്കര ടെക്നിക്കലി സൗണ്ട് ആയിരിക്കും. ദേ ആർ വെരി ഇൻട്രസ്റ്റഡ് ഇൻ ഹൗ ദേ പുട്ട് ദ സീൻ ടുഗദർ, അതിൻ്റെ സീൻ കോറിയോഗ്രഫി. Some directors are more focused on extracting the performance. For ellarum, like their primary area of focus might differ. So you learn different things from different people. So how did you? എങ്ങനെയാണ് അച്ഛനും അമ്മയും ബ്രദറും ഒക്കെ ഫുൾ ഫാമിലി എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്തത്? I am very lucky as a person because ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുതൽ എന്നെ ക്രിയേറ്റീവ് ആയിട്ടുള്ള എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്തിട്ടിരിക്കുന്ന ഒരു ഫാമിലിയാണ് എൻ്റേത്. ലൈക്ക് he was mentioning painting. So as a child I've grown up in a very creative environment. അങ്ങനെ അതായത് വീട്ടിൽ ഇപ്പം പഠിച്ചാൽ പോരെ ഇത് ചെയ്യണോ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഒരിക്കലും വന്നിട്ടില്ല. എപ്പോഴും നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹമുള്ള ഫീൽഡ്സ് ആണെങ്കിലും എഡ്യൂക്കേഷണൽ ഫീൽഡ്സ് ആണെങ്കിലും അല്ലാതെ ക്രിയേറ്റീവ് ഫീൽഡ്സ് ആണെങ്കിലും അത് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഫ്രീഡം തന്നിട്ടുള്ള ഒരു ഫാമിലി. അതൊരു വലിയ കാര്യം തന്നെയാണ്. I mean, you just have, നമുക്ക് ആസ് പേരൻസ് വി ജസ്റ്റ് ഹാവ് ടു സീ ദി ചൈൽഡ് ഇങ്ങനെ വളർന്നു വരുന്ന കണ്ടുകൊണ്ടിരിക്കേണ്ട രസമാണ്. അത് പല ഫീൽഡിൽ പോകാം. നമ്മൾ ഒരു സൈഡിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് മാത്രമേ ആകാവുള്ളൂ എന്ന് പറയുമ്പോൾ കുഞ്ഞിൻ്റെ നമ്മൾ ഒരു ലിമിറ്റ് ചെയ്യുകയാണ്. നമ്മളെക്കാളും ഒരുപാട് ഇമ്മൻസ് പൊട്ടൻഷ്യൽ ഉള്ളവരായിരിക്കും നമ്മളുടെ എല്ലാവരുടെയും കുഞ്ഞുങ്ങൾ. പക്ഷെ നമ്മൾ വളരെ വ്യക്തമായിട്ട് അവർക്ക് ഒരു ട്രാക്ക് ഒരു ട്രജക്ടറി എഴുതി വെച്ചിട്ട് ഈ വഴിക്ക് തന്നെ പോകാൻ പറയുമ്പോൾ അവരെ സൈഡിൽ നിന്നൊക്കെ ക്ലിപ്പ് ചെയ്തിട്ട് ഒരു ഇതാക്കാണ്. അത് വിട്ട് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന അപ്പോഴാണ്. ഈ ഓരോ കുഞ്ഞും വളർന്നു വരുമ്പോൾ അവരുടെ മൾട്ടിപ്പിൾ ടാലൻസ് ഒരേ സമയത്ത് കൊണ്ടു നടന്ന് എങ്ങനെ ഹൗ ദേ ബ്ലോസം. പക്ഷേ അതെങ്ങനെ ലൈക്ക് മീനിങ് അതെങ്ങനെയെന്നല്ല, അതൊരു വലിയൊരു കാര്യമാണ്. പക്ഷേ ഈ ഒരു എൻവയൺമെൻറ്റ് നമ്മൾ സൊസൈറ്റി നമ്മൾ കണ്ടുവരുന്ന സൊസൈറ്റിയിൽ നിന്ന് മാറി ചിന്തിക്കുമ്പോൾ അതൊരു ലൈക്ക് ഒരു എനിക്ക് തോന്നുന്നു ദാറ്റ് അതിലങ്ങനെ ഒരു സൊസൈറ്റിയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നു വരുമ്പോൾ എങ്ങനെയാണ് ഒരിക്കലും ഒരു കൺസേൺ ആയിരുന്നില്ല. സൊസൈറ്റി അങ്ങനെ ഒരിക്കലും ഒരു കൺസേൺ ആയിരുന്നില്ല. പിന്നെ ഇതിൽ വന്നത് അതും ആ സ്കൂൾ ബാക്ക്ഗ്രൗണ്ടാണ്. വളരെ ഓപ്പൺ ആയിട്ടുള്ള 300 ഏക്കറുള്ള ഒരു ക്യാമ്പസിനകത്ത് ഓപ്പൺ എയർ 10-14 ഫുട്ബോൾ ഗ്രൗണ്ട്സ്, അതുപോലെയുള്ള ഒരു ഗ്രൗണ്ടിൽ 600 കുട്ടികളുടെ ഒപ്പം 9 വയസ്സ് മുതൽ 16 വയസ്സ് വരെ വളർന്നു വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ബ്രദർഹുഡ് ഉണ്ട്. നമ്മൾ കാണുന്നത് മൾട്ടിപ്പിൾ ടാലൻസ് ആണ്. ഈ 600 പേരും 600 രീതിയിൽ ടാലൻറ്റഡ് ആണ്. എന്നാലും അതെല്ലാവരും ഒരു ടീമായിട്ട് വർക്ക് ചെയ്തിട്ടാണ് പല കാര്യങ്ങളും അച്ചീവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതെല്ലാം കണ്ടാണ് വളരുന്നത്. ഒറ്റയ്ക്ക് വീട്ടിലിരുന്ന് പുസ്തകം പഠിച്ച് ഒരു എഞ്ചിനീയറോ ഡോക്ടറോ അല്ലെങ്കിൽ വേറൊരു പ്രൊഫഷനിലേക്ക് പോകുന്നതിനപ്പുറം നമ്മൾ കാണുന്നതാണ് ഓരോ നമ്മൾ ഇപ്പം വളർന്നു വരുന്ന കുഞ്ഞുങ്ങളുടെ നമ്മളത് കാണുന്നതാണ്. അപ്പോൾ അത് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കാൻ നമ്മൾ ശ്രമിക്കും. അങ്ങനെ ഒരു ആൺകുട്ടിയായിരുന്നെങ്കിൽ സൈനിക് സ്കൂളിൽ പോകുമായിരുന്നു എന്ന് ഇപ്പോൾ അഡ്മിഷൻ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷേ എൻ്റെ ഭയങ്കര വിഷമമായിരുന്നു, അതായത് സൈനിക് സ്കൂൾ ഡസ് നോട്ട് എൻറോൾ ഗേൾസ് എന്നുള്ളത്. കാരണം എനിക്ക് അച്ഛനും അച്ഛൻ്റെ ഫ്രണ്ട്സിന് തമ്മിലുള്ള റിലേഷൻഷിപ്പും അവരുടെ കഥകളും ഒക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു സൈനിക് സ്കൂളിൽ പഠിക്കണമെന്ന്. I think ഈ വർഷം എങ്ങാണ്ടാണ് they've started enrolling. 2 വർഷം പെൺകുട്ടികൾ വന്നു. ഈ വർഷം നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലും പെൺകുട്ടികളെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു ഞാനും കുറെ കേട്ടിട്ടുണ്ട് സ്കൂളിനെ പറ്റി, കാരണം എൻ്റെ ഒരു കസിനും അവിടെ നിന്നാണ് പഠിച്ചത്. മാത്രമല്ല നമ്മുടെ ഫേമസ് പറയണ്ടല്ലോ പൃഥ്വിരാജും ഇന്ദ്രജിത്തും ഒക്കെ പഠിച്ചത് അവിടെ നിന്നാണല്ലോ. അപ്പോൾ ഒരു ഇത് അപ്പോൾ ഞാൻ ചോദിക്കട്ടെ,
ഈ ഇത് മാത്രമല്ലാതെ നമ്മുടെ ഒരു എനിക്കറിയാം കുറച്ച് ബോറിംഗ് ആയിരിക്കും, പക്ഷെ നമ്മുടെ ഓക്സ്ഫോർഡിലോട്ട് എന്ന് തിരിച്ചു പോകും തിരിച്ചയക്കാൻ ഇത്ര നിർബന്ധമുള്ള ആൾക്കാരാണോ എല്ലാവരും? I don't know, I haven't thought about it, to be honest. I'm enjoying the work I'm doing right now. അപ്പോൾ I think creatively Malayalam cinema, I mean Indian cinema in general, is going through a really interesting phase right now. അപ്പോൾ അതിൻ്റെ ഭാഗമാവാൻ പറ്റുന്നതിൽ വളരെ സന്തോഷമുണ്ട്. So I think right now that continues to be my focus. If I feel like going back, I will. How did you landed upon that? PhD in anthropology, like എങ്ങനെ? Again, I think കൊച്ചിലെ മുതലുള്ള interest has been in understanding ways of expression. About common theme nu parna, it's about expressing yourself, about understanding where other people come from, putting yourself in somebody else's shoes. Angante themes aana ipo acting layalum anthropology layalum angante similarity ulladana. You are always trying to understand somebody else's perspective and to respect that even if you don't agree with it. So എനിക്ക് തോന്നുന്നു ഞാൻ പഠിച്ച സബ്ജക്ട്സ് എല്ലാം എന്നെ അങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഐ സ്റ്റഡീഡ് സൈക്കോളജി, ഐ സ്റ്റഡീഡ് ആന്ത്രപ്പോളജി. അപ്പോൾ generally to so behavior, like human behavior and social behavior, ഇതൊക്കെയാണ് എന്നെ ഫാസിനേറ്റ് ചെയ്തിട്ടുള്ള സബ്ജക്ട്സ്. അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ ഈ ഒരു ഫിലിമിങ്ങിലൊക്കെ പോകുമ്പോൾ? I think പോകുമ്പോൾ definitely. I mean, even I would say yes, because you may not agree with what a character does, but to just still understand that, you know, it's their world view, അതിനൊരു റെസ്പെക്റ്റ് കൊടുക്കാൻ പറ്റണത് നമ്മളുടെ ഒരു പെർസ്പെക്റ്റീവ് എന്നാണല്ലോ. ഇന്ത്യൻ സിനിമയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞു നമ്മുടെ ഒരു ഹിന്ദി ഡെബ്യൂ ഉണ്ട്. എങ്ങനെ, ഹൗ ഡു യു ഫീൽ ഇറ്റ്? ലൈക്ക് ഇറ്റ് വാസ് ഗുൽമോഹർ എന്നാണ് ഫിലിമിൻ്റെ പേര്. ഒരു വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ആ സിനിമയുടെ ഷൂട്ട്. ഇപ്പോൾ ഏപ്രിൽ മെയിലായിരുന്നു. ഒരു ഓൺസോംബിൾ കാസ്റ്റ് ആണ്. അപ്പോൾ ഐ ഗോട്ട് ടു വർക്ക് വിത്ത് സം immensely talented people. Amol Palekar, Sharmila Tagore, Manoj Bajpayee, Simran, pinna a bunch of new actors as well. Oh, it was a mix of old and new in that sense on set. Director's name is Rahul Chittala. It's his first directorial effort, I mean a feature film. But creative producer ആയിട്ട് പല വർഷങ്ങളായിട്ട് മീര നായരുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ സോ ഹീസ് ബീൻ ഇൻ ദ ഫീൽഡ് ഫോർ എ വെരി ലോങ് ടൈം. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ഗുൽമോഹർ ഹാപ്പൻസ് ടു ബി ഹിസ് ഡയറക്ടോറിയൽ debut. When can we expect it? I think maybe in a couple of months, towards the end of the year for sure. Great. അപ്പം ആ ഹിന്ദി ഡെബ്യൂ ചെയ്യുമ്പോൾ how about the language and all? I think I've been very lucky in a lot of ways. കാരണം ഞാൻ പഠിച്ചത് കേന്ദ്ര വിദ്യാലയയിലായിരുന്നു. അപ്പോൾ ഹിന്ദി വാസ് ഓൾവേസ് എ പാർട്ട് ഓഫ് അവർ എഡ്യൂക്കേഷൻ. ഞാൻ സോഷ്യൽ സ്റ്റഡീസ് വരെ ഹിന്ദിയിൽ പഠിച്ചിട്ടുള്ള ആളാണ്. സോ ഫോർ മീ ഇറ്റ് വാസ് ഐ മീൻ ഇറ്റ് ഓൾവേസ് ടേക്സ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ടൈം ഫോർ യുവർ ബ്രെയിൻ ടു സ്വിച്ച്, ബിക്കോസ് യു ആർ നോട്ട് യൂസിങ് ദ ലാംഗ്വേജ് എവറി ഡേ. അപ്പോൾ ഹിന്ദി എപ്പോഴും സംസാരിക്കാത്തതിൻ്റെ ഒരു ലൈക്ക് യു നോ യു നീഡ് ടു ഗിവ് യുവർ ബ്രെയിൻ ടൈം ടു സ്വിച്ച് ടു ദാറ്റ് മോഡ്. പക്ഷേ വൺസ് യു ആർ ഇൻ ദാറ്റ് മോഡ് ഇറ്റ് വാസ് ടോട്ടലി ഫൈൻ, ബിക്കോസ് ഐ റീഡ് ആൻഡ് റൈറ്റ് ഹിന്ദി. ഐ ഹവ് സ്പോക്കൺ ഹിന്ദി വിത്ത് I've lived in different parts of India. എങ്ങനെയാണ് അതിൽ, how did you land up on it? അത് എനിക്കൊരു ഓഡിഷൻ കോൾ വഴിയാണ് വന്നത്. സോ ഐ ഹാപ്പൻ ടു നോ ദ സിനിമറ്റോഗ്രാഫർ ഇഷിത് നാരായൺ, because many years ago we had worked together, like one day we had worked together. So when they were looking for this character with the casting team, he suggested that they audition me. അപ്പോൾ എനിക്ക് അവർ ഒരു 4 സീൻസ് അയച്ചു തന്നു. ആൻഡ് സെൽഫ് ടെസ്റ്റ് വീട്ടിൽ നിന്ന് ഓഡിഷൻ ചെയ്തിട്ട് അത് അയച്ചു കൊടുത്തു. ദെൻ വി ഹാഡ് എ ഫ്യൂ റൗണ്ട്സ് ഓഫ് ഡിസ്കഷൻസ് ആൻഡ് റീഡിങ്സ് ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. അത് കഴിഞ്ഞിട്ട് ദേ കൺഫേംഡ് ആൻഡ് ദേ സെഡ് ദാറ്റ് യു ഗോട്ട് ദ പാർട്ട്. സോ എങ്ങനെയാണ് ഒരു ഡിഫറൻസ് വരുന്നത് നമ്മുടെ ഒരു മലയാളം ഇൻഡസ്ട്രിയിൽ നിന്നും ഒരു when you go to Bollywood definitely? അപ്പം ആ ഒരു ഡിഫറൻസ് I don't think Gulmohar was the typical Bollywood experience, to be honest, because I think it had a more independent feel to it, and അത് ഷൂട്ട് ചെയ്തത് ഓൾമോസ്റ്റ് എല്ലാവരും ഒരേ സ്പേസിൽ വന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 1 monthൻ്റെ ഷെഡ്യൂളിലാണ് മോസ്റ്റ് ഓഫ് ദ ഫിലിം നമ്മൾ ചെയ്തത്. അപ്പോൾ ഒരു ഫാമിലി ഫീലിംഗ് ഉണ്ടായിരുന്നു, ബിക്കോസ് വി ആർ ഓൾ സ്റ്റേയിങ് അറ്റ് ദ സെയിം പ്ലേസ്. കാസ്റ്റും ക്രൂവും എല്ലാവരും ഒരേ ഹോട്ടലിൽ താമസിച്ച്, അപ്പോൾ ഒരു എന്താണ് ഒരു യൂണിഫൈഡ് എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാവർക്കും കൂടെ. വി ഗോട്ട് ടു നോ ഈച്ച് അതർ പ്രിറ്റി വെൽ. ഇറ്റ് വാസ് എ വെരി പോസിറ്റീവ് എക്സ്പീരിയൻസ് ഫോർ മീ. കാരണം ഒത്തിരി നല്ല ആൾക്കാരെ മീറ്റ് ചെയ്യാൻ പറ്റി, ഒത്തിരി ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാനും പറ്റി.
സോ അപ്പം ആ ഒരു ഹെൽപ്പ് ഇപ്പോഴും ഉണ്ട് തോന്നുന്നുണ്ടോ എപ്പോഴെങ്കിലും തിയേറ്റർ ആർട്ടിസ്റ്റ്? ഓക്കെ ഫൈൻ, വാട്ട് എവർ യു ടോൾഡ്. പക്ഷെ എന്നാൽ പോലും ഐ വുഡ് സേ വർക്കിംഗ് ഇൻ തിയേറ്റർ കുറച്ച് ഡിഫിക്കൾട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഒരു തിയേറ്റർ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് അത് എത്രമാത്രം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് മൂവിയിൽ? It definitely helps because it takes a different kind of discipline. നമ്മൾ പെർഫോം ചെയ്യണമെങ്കിൽ we are going through extensive rehearsals, and theatre what it does is it builds a community very easily because you're seeing the same people every day, you're rehearsing every day. Everybody mostly ഒരു പ്ലേ ചെയ്യുമ്പോൾ, especially the sort of plays I've done which have been കുറച്ച് ആൾക്കാർ എല്ലാവരും കൂടി ചെന്ന് just out of the deep desire to do something together, എല്ലാവരും എല്ലാ കാര്യത്തിലും ഇൻവോൾവ് ആയിരിക്കും. We were all sorting out costumes, we were all painting furniture, you know, it was a true group effort in that sense. So I think it gives you that perspective that it's not just your role that is important, it's the coming together of all these different things together. So I think that's a perspective that helps you on a film set also, because you know it's not just about the actor, right? Talking about Hindi debut, ഞാൻ ഒരു ഫേമസ് ഒരു ആഡാണ് നമ്മൾ കണ്ടുവരുന്ന ഒരു ആഡാണ്. അതിൽ ഒരു സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്തു ഇഷാനുമായിട്ട്. So how was it? That was a very fun experience. Darya Gai, the director, is somebody that I really admire. She's from Ukraine and she's based in Bombay now. She's done some ഭയങ്കര quirky ആയിട്ടുള്ള മ്യൂസിക് വീഡിയോസ്, ഭയങ്കര നമ്മൾ ഓർമ്മയിൽ നിൽക്കുന്ന കുറേ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി ടു വർക്ക് വിത്ത് ദാരിയ വാസ് വെരി എക്സൈറ്റിംഗ് ഫോർ മീ. ഞങ്ങൾ പണ്ട് IFFKയിൽ വെച്ച് മീറ്റ് ചെയ്തിട്ടുള്ളതാണ്. So when this opportunity sort of came, രണ്ട് പേരുണ്ട്. Yeah, so she had exhibited her film Teen or Radha സമയത്ത്. അപ്പോൾ നമ്മൾ മീറ്റ് ചെയ്തിരുന്നതാണ്. And somehow coincidentally this happened, you know, like she didn't know that I had been approached by the casting team. And then it just sort of happened, and it, you know, it was really nice working with her. She ഭയങ്കര എനർജി ഉള്ള ഒരു ഡയറക്ടറാണ്, and her vision's always very unique. And I was nervous because it involved dancing. I can dance in real life, but doing like certain steps and things to remember the sequence and stuff, I get very nervous. So I was like, okay. How was Ishan? And Ishan's very gifted, you know, he's a natural dancer. So you are going to dance next to Ishan Khatter, you better not mess up, right? But he was a very sweet person, very like, you know, he just came in and he finished his shots, like he breezed through them and he left. But when we were working together, he was really easygoing and nice to talk to and stuff. So yeah. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് വിത്ത് ഷർമിളജി? She's an institution. അപ്പം ഷർമിളജിയോട് ഇതൊക്കെ പറഞ്ഞായിരുന്നോ? അച്ഛൻ ടാഗോറിന്റെ ഗീതാഞ്ജലി ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഇറ്റ്സ് ഹർ ഗ്രാൻഡ് ഫാദർ, സോ ഷീ വിൽ ബി റിസീവിങ് എ കോപ്പി ഫോർ ഷുവർ. എനിക്ക് എല്ലാവരുടെയും കൂടെ ആ സെറ്റിൽ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. ഓരോരുത്തർക്കും ഓരോ വർക്കിംഗ് സ്റ്റൈലാണ്, അത് ഒബ്സർവ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. പിന്നെ അമോൽജിയുടെ കൂടെ ആയിരുന്നു ഷർമിളജിയുടെ 2-3 സീൻസ് വിച്ച് ഞാൻ വന്നു പോകുന്നതായിട്ട്. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു ഗിവ് ആൻഡ് ടേക്ക്, ആൻഡ് യുനോ, ബിക്കോസ് അവർക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ അതെല്ലാം കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. എപ്പോഴെങ്കിലും സാറ് ഷംലാജിയായിട്ട് ഒരു കോൺവെർസേഷൻ നടത്തിയിട്ടുണ്ടോ? ഇല്ല, എനിക്ക് കാണാൻ പറ്റിയില്ലല്ലോ ഇതുവരെ. ഞാൻ സെറ്റിൽ പോയില്ലേ, ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ ടൈം ശാന്തി ട്രാവൽസ് അലോൺ. അപ്പോൾ എനിക്ക് പോകാൻ പറ്റിയില്ല. ഞാൻ അവരെ കണ്ടിട്ടില്ല, കാണാമായിരിക്കും. ഈ ബുക്കിന്റെ ഇതില് കാണാൻ പറ്റുമെന്ന് വിചാരിക്കും, കാണാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പം അതിരിക്കട്ടെ, നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ ഒരു ആഡ് ചെയ്തു, ബമ്പിളിന് വേണ്ടിയാണ് ആഡ് ചെയ്തിരുന്നത്. അപ്പോൾ എങ്ങനെയാ ബമ്പിളൊക്കെ യൂസ് ചെയ്യുന്നത്? യൂസ് ചെയ്യാറില്ല. I mean, maybe I should. Yeah, it was, I don't know, it was just an ad. അച്ഛനിരിക്കുന്നുണ്ട്. He would tell me, go on Bumble. I don't think that's the issue. Actually, I don't know, I think I'm actually ഒരു reserved. I'm not very social, I would say. Or choices ഉണ്ടോ നമുക്ക് ഇങ്ങനെ ആയിരിക്കും? അത് സോഷ്യൽ, I don't think so socially awkward ആയിരിക്കും. Socially awkward അല്ല, പക്ഷെ എനിക്ക് I don't know, I think maybe റിയൽ ലൈഫിൽ ആൾക്കാരെ മീറ്റ് ചെയ്ത് പരിചയപ്പെടാനാണ് കൂടുതൽ താല്പര്യം. ബിക്കോസ് ഐ തിങ്ക് നമ്മളുടെ ഓൺലൈൻ പെർസോണ ഇസ് എ വെരി ഡിഫറെന്റ് യൂഷ്വലി. പക്ഷേ എപ്പോഴെങ്കിലും റിയൽ ലൈഫിൽ ചിലപ്പോൾ നമ്മൾ അത്രയും സംസാരിക്കാറില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? കാരണം ഞാനോ
അല്ല കാണാറില്ലാന്ന്. ആൻഡ് ഞാനിപ്പോൾ മൈ ഹോൾ ലൈഫ് ഇസ് എസ്പെഷ്യലി ഇപ്പോൾ കഴിഞ്ഞ ഇപ്പോൾ പാൻഡമിക്കിൻ്റെ സമയം കൂടെ ആയിരുന്നപ്പം എൻ്റെ ലൈഫ്, എൻ്റെ റൂം, എൻ്റെ പൂച്ചകൾ, എൻ്റെ പട്ടികൾ, പിന്നെ വർക്ക്, ഇത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. സോ ഐ ഡോണ്ട് മീറ്റ് ന്യൂ പീപ്പിൾ വെരി ഓഫൺ. മീറ്റിംഗ് ഈസ് ലൈക്ക് പക്ഷേ കംപ്ലീറ്റ്ലി ഡിസ്കണക്റ്റഡ് ഫ്രം. ഡിസ്കണക്റ്റഡ് എന്ന് പറയാൻ പറ്റില്ല. ഐ മീൻ എൻ്റെ ഏറ്റവും ക്ലോസസ്റ്റ് ഫ്രണ്ട്സ് ആക്ച്വലി ലോകത്തിൻ്റെ പല ഭാഗത്തായിട്ടാണ്. അപ്പോൾ ഇൻ എ വേ ഇറ്റ്സ് നൈസ് ബിക്കോസ് യു ഓൾവേസ് ഹാവ് എ 4 AM ഫ്രണ്ട് ബിക്കോസ് സംവെയർ ഇൻ ദ വേൾഡ് ഇറ്റ്സ് 4 AM. അപ്പോൾ ഐ മീൻ ഐ എം വെരി ലക്കി ദാറ്റ് എൻ്റെ സ്കൂളിലെയും കോളേജിലെയും ഫ്രണ്ട്സ് കണ്ടിന്യൂ ടു ബി മൈ ബെസ്റ്റ് പോലെ തന്നെ ആ സുഹൃത്ത് ബന്ധങ്ങളൊക്കെ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു. മേ ബി നോട്ട് ടു ദി എക്സ്റ്റെൻറ്റ് ദാറ്റ് he does. Do you admire it? Yeah, of course. അതൊക്കെ കാണുമ്പോൾ ഇറ്റ്സ് റിയലി നൈസ്. നമ്മളിപ്പോൾ ഇനറ്റ് ബ്ലൈറ്റിൻ്റെ കഥകൾ വായിക്കുമ്പോൾ, സ്കൂൾ സ്റ്റോറീസ് വായിക്കുമ്പോൾ ഉള്ള ഫ്രണ്ട്സും ദേ ഗ്രോ അപ്പ് ടുഗെദർ. അപ്പോൾ ഒത്തിരി കോർ മെമ്മറീസ് യു ബിൽറ്റ് വിത്ത് ദീസ് പീപ്പിൾ. അതൊരു ബ്ലെസ്സിംഗ് തന്നെയാണ്. Any time, day and night, when you have a need, all you need is just call and it is done. We can see ഒരു മാജിക് തന്നെ ഇവിടെ ഉണ്ട്. അതിന്റെ ഒരു ഇത് ഒരു ജസ്റ്റ് ഒരു കോൾ ഒരു ഇത് കൊണ്ട് we have grown up ഒരു ടീം വർക്കിൻ്റെ ഒരു ഇത് അറിഞ്ഞ് വളർന്നു വന്നവരാണ്. അപ്പോൾ വി റിയലൈസ് ദാറ്റ് എല്ലാവർക്കും ഗോൾ അടിക്കാൻ പറ്റില്ല. ബട്ട് ദ പേഴ്സൺ ഹൂ ഇസ് ഇൻ ദ ബെസ്റ്റ് പൊസിഷൻ, ഫീഡ് ഹിം, ഹി വിൽ സ്കോർ ആൻഡ് ദ ടീം വിൽ വിൻ. അതാണ് ദാറ്റ് ഇസ് ദ ബേസിക് ഫിലോസഫി ദാറ്റ് വി ലേൺ. അപ്പോൾ ഇതിനകത്ത് തന്നെ, ഈ പുസ്തകത്തിനകത്ത് തന്നെ ഒരുപാട് പേരുടെ സപ്പോർട്ടുണ്ട്. മൈ പബ്ലിഷർ, വേറെ ഒരു പബ്ലിഷറും തരുന്ന ഫ്രീഡം, അതിൽ കൂടുതൽ ഫ്രീഡം എനിക്ക് തോന്നുന്നു. കാരണം ഇത് ഓൾമോസ്റ്റ് ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് ഇത് ഇവോൾവ് ചെയ്തത്. ഞാനിത് തിരുത്തുമ്പോൾ, ഓരോ തിരുത്ത് വരുമ്പോഴും പബ്ലിഷർക്ക് ഒരു ഡെഡ് ലൈൻ ഉണ്ട്. ഡെഡ് ലൈൻ ഇങ്ങനെ നീണ്ടു പോകും. ഒരു പരാതിയും പറഞ്ഞില്ല. അത് ലേ ഔട്ട് ഡിസൈനർ, ഗ്രാഫിക്, അവരെല്ലാവരും ഇതിൽ കൂടെ നിന്നുള്ളതാണ്. അപ്പം സോ ഇറ്റ്സ് എ വെരി വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു എവല്യൂഷനാണ്. അപ്പം നന്ദി പറയാനാണെങ്കിൽ ഒരുപാട് പേരുണ്ട്. അപ്പം ബട്ട് എൻഡ് റിസൾട്ട് ഇസ് വാട്ട് മാറ്റേഴ്സ് ആൻഡ് ഹാപ്പി അബൌട്ട് ഇറ്റ്. എവറിബഡി ഈസ് ഹാപ്പി. സോ ദാറ്റ്സ് അതിനാണ് സന്തോഷം. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, വീട്ടിൽ കുറേ പേരുണ്ടല്ലോ, ഫാമിലി എന്ന് പറയുന്ന ഒരു വലിയ ഫാമിലിയാണ് ഉള്ളത്. എൻ്റെ 2 പട്ടികൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. കാരണം ഞങ്ങളുടെ ഫ്ലാറ്റിൽ ഡോഗ്സ് ആർ നോട്ട് അലൗഡ്. സോ എനിക്ക് 4 fur babies ഉണ്ട്, 2 cats and 2 dogs. അതിൽ 2 cats ഞങ്ങളുടെ കൂടെ താമസിക്കുന്നത്. എൻ്റെ 2 dogs എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ താമസിക്കുന്നത്. എങ്ങനെയാണ് ലൈക്ക് ഞാൻ എവിടെയോ വായിച്ചത് ക്വസ്റ്റ്യൻ ആൻഡ് Q&A സെഷനിൽ എന്തോ ആയിരുന്നു എന്ന്, എനിക്ക് പറ്റുമായിരുന്നെങ്കിൽ ഒരു ഫാം തന്നെ മേടിച്ച് ഞാൻ എല്ലാവരെയും വളർത്തുമായിരുന്നു എന്നുള്ളൊരു ഇത്. അത് എനിക്ക് ഒരു വീട് വേണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ മെയിൻ റീസൺ എനിക്ക് പട്ടികളുടെ കൂടെ താമസിക്കണം എന്ന്. അത് മാത്രം. ഐ മീൻ എനിക്കൊരു വീട് വേണമെന്ന്, അതല്ലാതെ വേറെ ആഗ്രഹമില്ല. ഈ പെറ്റ്സ് എന്ന് പറയുമ്പോൾ പട്ടികളും പൂച്ചകളും മാത്രമേ ഉള്ളൂ അതോ? എനിക്ക് എല്ലാ ആനിമൽസും കൊണ്ടും ഇഷ്ടമാണ്. ലൈക്ക് ഐ വിൽ ഗോ ആൻഡ് പെറ്റ് എ ഗോട്ട് ഓർ എ കൗ, എന്താണെങ്കിലും ലൈക്ക് ബേർഡ്സ്, എനിക്കെല്ലാം ഇഷ്ടമാണ്. പക്ഷേ ഐ തിങ്ക് വീട്ടിൽ വെക്കാൻ ഇച്ചിരി കൂടെ എളുപ്പം ഡോഗ്സ് ആൻഡ് ക്യാറ്റ്സ് ആയത് കാരണം. അപ്പോൾ ആൻഡ് they've been very much a part of അച്ഛൻസ് പ്രോസസ് ഓൾസോ. അച്ഛൻ്റെ കൂടെ കമ്പനി കൊടുത്തത്, അച്ഛൻ എഴുതുമ്പോൾ എൻ്റെ പൂച്ചക്കുട്ടികളാണ് കൂടെ ഇരുന്നത്. They become so much part of the family. Another member with a different set of traits. I mean, it's only that they don't speak the same language, but they communicate. വളരെ കണ്ണുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. The way they sound, it's so lovely having animals at home. Children should grow up with them. ഈ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ do you miss them? Of course, that's like the biggest thing, ഈ വർഷം ആദ്യത്തെ ഭാഗത്തിൽ ഐ തിങ്ക് ഒരു 3.5 മാസം ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പോൾ ഇറ്റ് വാസ് വെരി ഹാർഡ് ടു pets are so comforting. They come and sit next to you, you immediately start feeling better. But when you're stressed out, you just need to look into their eyes. എൻ്റെ 2 പൂച്ചകളാണെങ്കിൽ ഇച്ചിരി കൂടെ അലൂഫാണ്, പക്ഷെ പട്ടികളാണെങ്കിൽ ഭയങ്കര എക്സ്പ്രസീവ് ആയിട്ടുള്ളൊരു ലവാണ്. അപ്പോൾ 2 പേരും 2 രീതിയിൽ എനിക്ക് അറ്റൻഷൻ തരുന്ന കൂട്ടരാണ്. അപ്പോൾ അവരില്ലാതെ യാത്ര ചെയ്യുമ്പോൾ ശരിക്കും ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷേ താങ്ക്ഫുള്ളി ഐ ഹാവ് മൈ പേരൻസ് ആൻഡ് മൈ ഫ്രണ്ട്സ് ഹു ലുക്ക് ആഫ്റ്റർ ദം വൈൽ ഐ ആം അവേ. എങ്ങനെയൊരു ഫീല് ഒരു വെബ് സീരീസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഫീലിംഗ്? കാരണം ഇറ്റ്സ് കുറച്ച് ഡിഫറൻസ് ആയിരിക്കുമല്ലോ, മൂവിയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിരിക്കുമല്ലോ വെബ് സീരീസ് ചെയ്യുമ്പോൾ.
അതെങ്ങനെയാണ് ഒരു വെബ് സീരീസ് ചെയ്തപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയത് അതിൻ്റെ ടൈം സ്പാൻ ഇസ് ലാർജർ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു മൂവിയിൽ 2 മണിക്കൂറാണെങ്കിൽ ഒരു വെബ് സീരീസിലെ എല്ലാ എപ്പിസോഡും 40 മിനിറ്റ്സ് വെച്ച് വരുമ്പോഴത്തേക്കും 8 എപ്പിസോഡ്സ് എന്ന് പറയുമ്പോൾ യു ഹാവ് എ ലോട്ട് ഓഫ് ടൈം. അപ്പോൾ ആ ക്യാരക്ടറിൻ്റെ ഗ്രാഫ് ഇവോൾവ് ചെയ്യാനും മൈന്യൂട്ട് ഡീറ്റെയിൽസിലൂടെ പോകാൻ സമയമുണ്ട്. പക്ഷെ അത് സ്ട്രെസ് ചെയ്യുമോ? അങ്ങനെ സ്ട്രെസ് ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ടോ? സ്ട്രെസ്ഫുൾ ആയിരിക്കുന്ന ഇറ്റ്സ് ഓൺലി കോവിഡ് കാരണം പല തവണ ഡിലേ ആയിട്ടുണ്ട് ആ പ്രോജക്റ്റ്. അപ്പോൾ സ്റ്റോപ്പ് സ്റ്റാർട്ട് ആയിട്ട് എന്ന് പറഞ്ഞാൽ ഒറ്റ ഷെഡ്യൂളിൽ തീരേണ്ട കാര്യങ്ങൾ ഐ മീൻ 2 മന്ത്സിൽ ഫിനിഷ് ചെയ്യുമെന്ന് നമ്മൾ വിചാരിച്ചത് ഒരു 6-8 മന്ത്സ് എടുത്തു ഫിനിഷ് ചെയ്യാൻ. അപ്പോൾ ദാറ്റ് വാസ് സ്ട്രെസ്ഫുൾ. കാരണം ഭയങ്കര ഒരു അൺസർട്ടൻ ഫീലിംഗ് ആയിരുന്നു, ഇപ്പോൾ ഷൂട്ട് നടക്കുമോ ഇല്ലയോ അതോ ഇനിയും ഡിലേ ആവുമോ എന്നുള്ളത്. അതല്ലാതെ ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. ഒത്തിരി നല്ല ആൾക്കാരുടെ വർക്ക് ചെയ്യാൻ പറ്റി. ഐ മീൻ ഞാൻ വെബ് സീരീസിൽ വർക്ക് ചെയ്തിരിക്കുന്ന വെറ്ററൻ ആക്ട്രസ്സായ ലക്ഷ്മി പിന്നെ മധുബാല ഇവരും കൂടെയാണ്. അപ്പോൾ ദേ വർ ഫാന്റാസ്റ്റിക് ടു വർക്ക് വിത്ത്. ഇനി വരാനിരിക്കുന്ന പ്രൊജക്റ്റുകൾ ഇപ്പോൾ പറഞ്ഞ വെബ് സീരീസ് ഉണ്ട്, സ്വീറ്റ് കാറും കോഫി എന്നാണ് പേര്, ആമസോൺ സീരീസാണത്. അത് ഈ വർഷം അവസാനത്തോടെ റിലീസാവുമായിരിക്കും. പിന്നെ ഗുൽമോഹർ എന്ന് പറഞ്ഞ ഹിന്ദി ഫിലിം, പിന്നെ മലയാളത്തിൽ ജിൻ, സിദ്ധാർത്ഥ് ഭാരതിൻ്റെ ജിൻ, പിന്നെ സാറിൻ്റെ ഓപ്പോസിറ്റ് ആണ്. പിന്നെ സിദ്ധാർത്ഥ് ഭാരതി തന്നെ ഡയറക്റ്റ് ചെയ്ത ചതുരം. ഇത് രണ്ടുമാണ് മലയാളത്തിലെ പ്രോജക്ട്സ്. ഓക്കെ, സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ് വരാനിരിക്കുന്ന എല്ലാ പ്രൊജക്റ്റിനും. ആൻഡ് സാറിനും വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഇനിയും ഇതുപോലെ ട്രാൻസ്ലേഷൻ മൊഴിമാറ്റം നടക്കാനും, അത് മാത്രമല്ല സ്വന്തമായിട്ട് എഴുതാൻ വേണ്ടിയും ഇടയുണ്ടാവട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് താങ്ക് യു സോ മച്ച്. Thank you very much. It was nice talking to you. Thanks for you.